to Giggly Cow. Oh my god, oh my god. Oh my god. ഈ ആവാതെ നിൽക്കണോ? ഈ ഒന്ന് അവിടെയും ഓളും കേട്ടോ. Oh my god. അല്ലാഹുവേ പടച്ച റബ്ബേ കാക്കണേ. എനിക്ക് സ്ഥലല്ലേ അടക്കടി മാതിരി. എന്റെ ഫോണ് ഞാൻ പിടിക്കേണ്ടി വരൂലേ. ഫോണൊക്കെ മതി വെച്ചാൽ ആഫ്റ്റർ എന്നാൻ ഇട്ടാ മതി പൊറ്റത്തിയെ. ആ കുറച്ചെടുക്കാൻ കഴിഞ്ഞിട്ട് ഇട്ടാ മതിയോ? എന്തിനേ എനിക്കറിയില്ല. പേടില്ല, എനിക്ക് തലയിലൊരു ചെറിയൊരു വേദനയുണ്ട്. ഛർദിക്കരുതിട്ടാ, മാങ്ക് പീഡുണ്ടേ. ഞങ്ങള് ഇതിലെ ഈ കൊട്ടല്ലേ അതില് ആരോ ഛർദിച്ചപ്പോ ഒരു കഴുകിയതാ. എന്ത് കാര്യത്തിനാ ഞാൻ ഫോണ് പോക്കറ്റ് കിട്ടും, പോക്കറ്റ് ഒന്നുമില്ല. റെക്കോർഡ് ചെയ്യണ്ട, എന്നാ റെക്കോർഡ് ചെയ്തെന്നോ. ഇതാരോ റെക്കോർഡ് ചെയ്യണ്ടേ? പേടിയോ? കാരണം ഞാൻ എന്റെ ഫോൺ എടുത്ത് വെക്കാണ്. കാരണം എന്താ വെച്ചാല് എനിക്ക് അത്ര ധൈര്യം ഇല്ല. എന്റെ ഫോണ് പിടിച്ചിട്ട് ഇതിലിരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം അത്രയും വലുതാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ ഞങ്ങൾ എല്ലാവരോടും കൂടെ പറഞ്ഞുതരാം. അതാവും നന്നാവുക. അടിയിന്ന് കൈ എടുക്കണ്ട്, വീഡിയോ എടുക്കണ്ട്. ഞാൻ അത് ഇതിൽ ചേർക്കാം. അല്ലാതെ ഞങ്ങൾക്ക് ധൈര്യം ഇല്ല. വീഡിയോ എടുത്തിട്ട് ഇതിൽ നിൽക്കാനുള്ള ധൈര്യം ഇല്ല. അപ്പൊ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? അത് നല്ല വൈൽഡ് ആയതുകൊണ്ട് നല്ല ചെരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്. നമ്മളിങ്ങനെ
ചെരിഞ്ഞിങ്ങനെ അങ്ങനെയായിരുന്നു. വിചാരിച്ച അത്ര ഡേഞ്ചറും അല്ല, എന്നാലോ ഒരു സംഭവം ഇതിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ കാഴ്ച ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് എത്ര ഹൈറ്റിലാ നോക്ക്. ബിൽഡിങ്സ് ആണ് കാണുന്നത് മൊത്തം ഇതിന്റെ ഇറങ്ങല് ഒക്കെ. അതായത് എന്താണ് ണ്ടോ ഇരിക്കണേ? അനുവിന് എന്താ പറയാനുള്ള അനു? നല്ല കാറ്റ്, നല്ല ഹൈറ്റിൽ ഞങ്ങള് ഈ സമയം ഇത്ര ഹൈറ്റിൽ ഞങ്ങൾ അസമയത്ത്. ഏതാണ് സ്ത്രീകൾക്ക് അസമയം? അവിടെ കാണിച്ചു കൊടുത്തൊക്കെ അപ്പുറത്തെ കടലാണ്. പിറകില് പിറകില് അവിടെ കടലാണ്. അവിടെ കടലാണ് ഗായ്സ്. അവിടെ ബീച്ചാണ്. ബീച്ച്, അവിടെ ബീച്ച് ഏരിയ. ഓ നമ്മള് പീക്കിലേനു നമ്മളെ മറന്നുപോയി. ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ഓക്കെയാണ്. ഇവിടെ കൊഴിഞ്ഞോ? കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നതാണ്. ഇവിടെ ഫോണും കളിക്കുന്നു. എവിടെ ഇരുന്നിട്ടേ ജോയിന്റ് വീൽ ഇരുന്നുള്ള ഫോണും കളിക്കുന്നവര് ആരവരൊക്കെ? എന്റെ ബാഗ് പിടിച്ചോളൂ, എന്റെ ഫോണ് പിടിച്ചോളൂ, ഇനിയൊക്കെ വീണാലോ? തെറിച്ച് പോകും. അപ്പൊ അത് അറക്കുണ്ടോ കേറ്റാണോ? അന്നായി വെച്ചാലോ അതില് കയറിക്കോയോ? എന്നിട്ട് തെറിച്ച് പോയിക്കോളൂ. ആ അവിടെ അപ്പുറത്തുണ്ടല്ലേ വേറൊന്ന്. ട്രെയിന് പോകുന്നുണ്ട്. നീക്കണേ, ഇതൊക്കെ നീച്ചു പോണേ. കറങ്ങണ അത് അതില് കാണണം. അതേപോലെ ഇതിലും ഇതിൽ നേരെ കേറിയില്ല. അതിപ്പോ കേറണോ? അപ്പൊ ഞങ്ങള് ഇതിന് ഇറങ്ങുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. കണ്ടോ, ഞങ്ങളാണ് അടുത്ത് ഇറങ്ങാനുള്ളത്. ഞങ്ങൾ ഇറങ്ങാൻ റെഡി ആയിട്ട് കേട്ടോ. ഇവിടെ റെഡി ആയിട്ട് നിൽക്ക, ചാട്ട റെഡി ആയിട്ട് നിൽക്കാണ്. അയ്യോ ഇതെന്ത് സാധനം? 2 വട്ടല്ലേ നമ്മള്? ആ നല്ല ഹൈ സ്പീഡില് 2 അല്ല 4 3 നല്ല സ്പീഡില്. ഞാന് നമ്മള് പറഞ്ഞേക്കുന്നത്
ചെക്കനാ തൊടുവിലെത്തിയിരുന്നു. നിങ്ങള് കച്ചവടത്തെയും കാട്ടണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കയറിയിരിക്കുന്നു. ഗൈസ്, ബീച്ചിൽ വന്ന് ബീച്ച് കാണാതെ പോയാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബീച്ചിന്റെ മണലാരണ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവര് എന്തോ കാര്യമായിട്ട് തിരയുകയാണ്. ഇവിടെ ഒരാൾക്ക് ഹെഡേക്ക് ആയിട്ടുണ്ട്, ഗുളിക കൊണ്ടുവരാതെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോ രസം കിട്ടോ. ഓക്കെ, അതൊക്കെ എടുക്കോ. ആദ്യം മറ്റേ ഡബിൾ ഡക്കർ ബസ് പോകണ്ടേ? ഒരു ദിവസം കയറണം അല്ലേ? എന്തെങ്കിലും ഒരു ദിവസം കയറണം. നമ്മളിവിടെ ചൈൻവീലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചു. എന്താ നമ്മൾ കഴിച്ചത്? പിന്നെ കല്ലുമ്മക്കായ മസാല കേട്ടോ, അത് കഴിച്ചു. ഓക്കെ, ഇനി എനിക്ക് കിട്ടേണ്ടത് ഒരു ജെന്യുവിൻ റിവ്യൂ ആണ്, ഹോണസ്റ്റ് റിവ്യൂ ആണ്. എന്തിനെ കുറിച്ച്? നമ്മൾ കയറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണേ, നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ രണ്ട് റൈഡ് അടിപൊളിയായിട്ടുള്ള രണ്ട് റൈഡ്. ഇറ്റ്സ് ഗുഡ്, ഓവറോൾ ഗുഡാണ്. പക്ഷെ നല്ല അഡ്വഞ്ചറസ് നല്ല അഡ്വഞ്ചറസ് പേഴ്സൺ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഭയങ്കര സ്പീഡിൽ ജനലിൽ ഓട്ടണം എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് അങ്ങനെ കിട്ടും. അല്ലാത്ത എന്താ പറയുക, അത് വലുതാണ്, ആക്ച്വലി നല്ല വലുത്, കാണാൻ വലുതാണ്. പക്ഷെ അതിന്റെ റൈഡിന്റെ സ്പീഡ് നമ്മൾ പ്രതീക്ഷിക്കണം. അതെ, ഞങ്ങളുടെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് അടിപൊളി, അല്ലാത്തതൊക്കെ പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഫസ്റ്റില് ആ ഭയങ്കരമായിട്ട് പേടിച്ചാണ് കയറിയത്. ഞങ്ങള് കയറുന്നതിന് തൊട്ട് മുമ്പത്തെ ആൾക്കാർ പ്യൂപ്പ് വരെ ചെയ്തത്. അപ്പൊ അത്ര ഞങ്ങൾക്ക് അത്ര കണ്ടിട്ട് തോന്നിയില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത അത് ഭയങ്കര വെക്കണം. ഞങ്ങൾക്ക് ഓക്കെ. അതെ, അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇവൾക്ക് ഇപ്പൊ എന്ത് വേണമെന്നോ? ബ്രൗണി വേണം. അപ്പൊ ആ കടയില് കറണ്ടില്ല, വെളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ അത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായി ബ്രൗണി കഴിക്കാൻ പോകാം. അപ്പോ ഇനി വെളുക്ക് വന്നപ്പോ ചെറുതായിട്ട് സുഖമില്ലാതായി, തലവേദനയാണ്. അറിഞ്ഞിട്ട് തന്നെ വന്നത്. മീൻ തലവേദന വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് യാത്ര എന്ന് പറഞ്ഞാല് അതെ ഫർദ് വാച്ച് അങ്ങനെ അതും കേട്ട് വന്നതാണ്. യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കൂല. പക്ഷെ എന്റെ വിഷയത്തില് ബസ് വില്ലനാണ്. പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് KSRTCയിൽ സൈഡ് സീറ്റ് ആണ്. പിന്നെ ഞാൻ നല്ല രീതിയിൽ പോകുന്നത്
മറ്റേ ഫാസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് ബസ്സസ് ഒരു നിലക്കും ഞാനും ഒക്കൂല. ഭയങ്കര വിഷയമാണ് എനിക്ക്. അതിന്റെ നിലമ്പൂർ ബ്ലോഗ് എടുത്താൽ ലാസ്റ്റിക്ക് ഞാൻ അങ്ങനെ ആവുന്നുണ്ട്. അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ്സിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ ആളെന്താ കൊണ്ടുവന്നത്. ഓൺലി ഹെൽത്തി ഫുഡാണ് കഴിക്കുക. അതാണ് ഇത്. കാടമുട്ട കഴിച്ചു. നെക്സ്റ്റ് ഇതിന്റെ പേരെന്താ? ഗ്രീൻ പീസ്. അപ്പൊ നമ്മൾ അടുത്തതായി കഴിക്കാൻ പോകുന്നത് ബ്രൗണി. ചോക്ലേറ്റ് ഇതിനെന്താ പറയാ? തോണിയോ? എന്റെ വീഡിയോ വൈറലാണ് ഗൈസ്, വൈറലാണ്. ഇതാണ് ഞങ്ങളുടെ അനദർ പെറ്റ്. ഒന്ന് സ്നേക്ക് ആയിരുന്നു. എനിക്ക് ഇതിനൊന്നും പേടിയില്ല. കണ്ടില്ല നിങ്ങള് വീഡിയോ? തൊട്ടിരുന്ന് പോയോണ്ട് ഒരൊറ്റ ചോട്ടെ വോയിസ് കേൾക്കില്ല. അപ്പോ എന്റെ വീഡിയോ, ഞാനിപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആണ്. അപ്പൊ എന്റെ ഇത് വേണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടാൽ അപ്പക്കപ്പഴേ കാണാൻ ആളുകളുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് വ്യൂവർ, ഫസ്റ്റ് ലൈക്ക്. സെക്കൻഡ് ഒന്നല്ല, ഇവിടെ അറിയില്ല. ഇല്ല, ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. കാണാറേ ഇല്ല. അപ്പൊ ഒരു നാൾ അല്ലേ? അതെ, എല്ലാവർക്കും അതെ. സോ നമുക്കൊരു ഡേ ഉണ്ടാവും. അവിടെ ഒരു കുതിര നടുവിൽ നമ്മള്. UDF വന്ന് അധികാരത്തിൽ വന്നാൽ ഓരോരു വാഗ്ദാനത്തിൽ ഒന്നാണ് എന്ത്? ഫ്രീ ആയിട്ട് KSRTC വനിതകൾക്ക് യാത്ര ചെയ്യാന്നുള്ളത്. അതിനൊക്കെ ഞാൻ വേണ്ടി കട്ട വെയിറ്റിംഗാണ്. കാരണം കേരളം മൊത്തം കറങ്ങുന്നത് ഫ്രീ അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ ക്ഷീണതയും അഭിഷേകവുമാണ്. നാളെ അക്ഷയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയത്. കടലെ അവിടെ നിന്ന് അത് ഇങ്ങോട്ട് കയറി അടിയാണ്. ചെരിഞ്ഞല്ലേക്കണേ. ഞാനും അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.